മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10th ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. A 1.2 meter tall girl spot a balloon moving with the wind in a horizontal line at a height of 88.2 meter from the ground. The angle of elevation of balloon from the eye of the girl at an instant is 60 degree. After sometimes the angle of elevation reduced to 30. See the figure. Find the distance traveled by the balloon during the interval. ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചോണേ. ഇവിടെ ഒരു ഗേൾ ഉണ്ട്, ആ ഗേളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് 1.2 മീറ്റർ. ഇനി ബലൂണ് ഫ്രം ദ ഗ്രൗണ്ട് ആണ് 88.2 മീറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ പെൺകുട്ടി കാണുന്നത് 60 ഡിഗ്രിയിലാണ് ബലൂണ് കാണുന്നത്. ദെൻ സംടൈംസ് അത് മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ അത് കണ്ടത് 30 ഡിഗ്രിയിലാണ്. സോ ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് വേണ്ട ട്രയാങ്കിൾ ഇതാ ഇവിടെ നമുക്ക് ഈ ഡോട്ടഡ് ആയിട്ടുള്ള ട്രയാങ്കിളാണ് നമുക്കുള്ളത്. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ട ട്രയാങ്കിളിൽ 88.8 അല്ല ആ സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ആ ലെങ്ത്ത് കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 88.8 ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. അവിടെ ഗേളിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ ഹൈറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ 88.2 നിന്നും നമ്മൾ ആരെ മൈനസ് ചെയ്യണം? 1.2 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ DC എന്ന് പറയുന്ന ഈ സൈഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 88.8 എന്ന്, അഥവാ ഈ ബലൂണിൻ്റെ ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്നും ബലൂണിൻ്റെ ഹൈറ്റാണ് 88.2 മീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ആ ഗ്രൗണ്ടിൻ്റെ, ആ പെൺകുട്ടിയുടെയും ഗ്രൗണ്ടിൻ്റെ ഇടയിൽ ഒരു ഹൈറ്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഹൈറ്റ് ഈസ് 1.2 മീറ്റർ. സോ ഈ ഡിസ്റ്റൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 8.8 നിന്ന് 88.2 നിന്നും 1.2 എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 2 2 പോയാൽ 0, 88 1 പോയാൽ 87, സോ 87 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് 87 എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് BC എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ ബലൂൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ABയുടെ ലെങ്ത്ത് കാണണം, അതേപോലെ തന്നെ ACയുടെ ലെങ്ത്ത് കാണണം. എന്നിട്ട് ഈ ACയുടെ ലെങ്ത്തിൽ നിന്നും ആരെ സബ്ട്രാക്ട് ചെയ്താൽ മതി? ABയെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം കേട്ടോ. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ വരക്കുമ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. ക്ലിയർ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ ഡ്യൂറിങ് ദ ഇൻട്രവൽ ഈക്വൽ ടു BC. ആ ഇൻട്രവലിൽ ബലൂൺ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് BC ആണ്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് BCയുടെ ലെങ്ത് ആണ്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് BC കണ്ടുപിടിക്കണം. അതിന് നമുക്ക് തന്നിട്ടുള്ള വേറൊരു മെഷർമെൻറ്റ് നോക്കിയാൽ ഈ CD എന്ന് പറയുന്നതും അതേപോലെ തന്നെ BE എന്ന് പറയുന്നതും ഈ ബലൂണിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ ആ രണ്ട് ലെങ്ത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ BE എന്ന് പറയുന്ന ലെങ്ത്തും എന്ത് തന്നെയാണ് വരിക? 87 തന്നെയാണ് വരിക. ഇനി നമ്മൾ tan 30 ചെയ്യാൻ പോകണം കേട്ടോ. tan 30 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇതാണ് tan 30യുടെ ആംഗിൾ വരുന്നത്. അപ്പോൾ ഈ tan 30യുടെ രണ്ട് ലൈൻ എവിടുക്കാൻ പോകുന്നതാ? ഒന്ന് ഈ ലൈന്, അത് Dയിലോട്ടും പിന്നെ ഇത് പോകുന്നത് Cയിലോട്ടുമാണ്. അപ്പോൾ CD ബൈ tan 30യുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? AC. അപ്പോൾ CD ബൈ AC എന്ന് കിട്ടും. എന്താ കിട്ടുക? CD ബൈ AC എന്ന് കിട്ടും. ഇനി tan 30 വരുന്ന ട്രയാങ്കിൾ ഏതാ? 30 60 90 വരുന്ന ട്രയാങ്കിളാണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 വരും, 60ക്ക് ഓപ്പോസിറ്റ് √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് 2 വരും. ഇനി tan 30 എന്താണ്? ടാനിൻ്റെ ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് എന്നാണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റ് √3 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോട്ടനസ് ആണ്, അത് നമുക്ക് നോക്കണ്ട. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, അഡ്ജസൻറ്റ് സൈഡ് √3 ആണ്. അപ്പോൾ tan 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√3 എന്ന് കിട്ടും. CDയുടെ ലെങ്ത്ത് നമുക്കറിയാം. ഓ മൈ ഗോഡ്, CDയുടെ ലെങ്ത്ത് ഇവിടെ 88.2 ആണ് എടുത്തിട്ടുള്ളത്. സോറി, CDയുടെ ലെങ്ത്ത് വരുന്നത് 87 ആണ്. ഓക്കെ, CD യുടെ ലെങ്ത് വരുന്നത് എത്രയാണ്?
87 ആണ്. ഇനി നമ്മളത് ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു എ സി എന്ന് കിട്ടും. ദെൻ √3 ഇൻറ്റു 87 √3 എന്ന് കിട്ടും. ഓക്കെ, എത്ര കിട്ടുക? 87 √3. 88 ഇൻറ്റു 2 അല്ല കേട്ടോ, നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഈ ലെങ്ത് നോക്കുക, CD 87 ആണ്. ഞാൻ അറിയാതെ ടൈപ്പ് ചെയ്താണ് അവിടെ, സോറി. സോ എ സിയുടെ ലെങ്ത് നമുക്ക് കിട്ടും 87 √3. ഇനി അടുത്ത നമ്മൾ എ ബിയുടെ ലെങ്ത് കാണണം. അതിന് നമ്മൾ എടുക്കുന്നത് tan 60 ആണ് എടുക്കുക. ഓക്കെ, tan 60 എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ്, ഇത് മുഴുവനായിട്ടാണ് tan 60 വരുന്നത്. ആ tan 60യുടെ ഓപ്പോസിറ്റ് വരുന്ന ആരാ? ഇതാ, ഈ ലൈന് പോകുന്നത് ഇയിലോട്ടും, ഇവിടെ tan 60യുടെ അപ്പുറത്തെ ലൈന് പോകുന്നത് ബിയിലോട്ടും. അപ്പോൾ EB ബൈ AB എന്ന് വരും കണ്ടോ, അല്ലെങ്കിൽ BE ബൈ AB. ഇനി tan 60ക്ക് നമുക്ക് ഈ സെയിം ട്രയാങ്കിൾ തന്നെയാണ്. ഞാൻ ഇതിൽ എഴുതിയൊക്കെ ഒന്ന് വായിക്കട്ടെ കേട്ടോ. ഓക്കെ, tan 60 വരുന്നത് എങ്ങനെയാ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അപ്പോൾ √3/1 അങ്ങനെയാണ് ഇവിടെ √3/1 എന്ന്. BEയും 87 ആണ് കണ്ടോ, BEയും 87 ആണ് AB. ഇനി ഇതാ AB ഇൻറ്റു √3 ഈക്വൽ ടു 1 ഇൻറ്റു 87 എന്ന് വരും. അപ്പോൾ AB √3 ഈക്വൽ ടു 87. ഈ √3നെ ഞാൻ ഇപ്പുറം കൊടുന്നു. അപ്പോൾ 87 ബൈ √3 എന്നായി. എന്തായി? 87 ബൈ √3 എന്നായി എ ബിയുടെ ലെങ്ത്. ഇനി നമ്മൾ BC കാണാൻ പോവാണ്. BC എങ്ങനെയാ? AC-യിൽ നിന്നും ആരെ മൈനസ് ചെയ്യണം? AB-നെ മൈനസ് ചെയ്യണം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87 √3 മൈനസ് 87 ബൈ √3 ആണ്. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, 87 √3 ഇൻറ്റു √3 എന്താ? 87 √3 ഇൻറ്റു √3 മൈനസ് 87 ബൈ √3 എന്ന് വരും. എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരിക? 87 √3 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു 87 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു √3 √3 ഇൻറ്റു √3 എത്രയാ? 3 ആണ്. ഓക്കെ, √3 ഇൻറ്റു √3 എത്രയാ? 3 ആണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. 87 ഇൻറ്റു √3 ഇൻറ്റു √3 എത്രയാ? 3 ആണ്. മൈനസ് 87 ഡിവൈഡഡ് ബൈ √3. ഇനി 87നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ സംഖ്യ കിട്ടും. അതിൽ നിന്ന് 87 മൈനസ് ചെയ്യണം. അതിലാറെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നറിയോ? 87 രണ്ടിലും കോമൺ ആണ്. ഇവിടെയുണ്ട് 87, ഇവിടെയുണ്ട് 87. അപ്പോൾ രണ്ടൊന്നും ഒരു 87നെ ഞാൻ പുറത്തെടുത്തു. ഇവിടെ ബാക്കി ആരാളുള്ളത്? 3. ഇവിടെ ആരുണ്ടാവുക? ഏതൊരു നമ്പറിൻ്റെയും കൂടെ 1 ഉണ്ടാവും. അപ്പോൾ 3 മൈനസ് 1. അങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതിയത്. ഇനി 3 എന്ന് 1 പോയാൽ എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ 87 ഇൻറ്റു 2 എന്ന് വരും. 87 ഇൻറ്റു 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സുഖം. 7 14 8 16 17 കണ്ടോ, 174 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? 87നെ എത്രയും കൊണ്ടാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 3 21 1 ഇഷ്ടം 2 വരും. 3 24 8 16 3 24 26. അതിൽ നിന്ന് ഒരു 87 അല്ലേ, അതിൽ നിന്ന് ഒരു 87 സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ 11 ആവും. 11 എന്ന് 7 പോയാൽ 4 എന്ന് കിട്ടും. ഇനി ഇവിടെ എത്രയുള്ള? 5 ആണുള്ളത്. അപ്പോൾ 15 8 പോകണം. അപ്പോൾ 7 കിട്ടും. ഇവിടെ 1 കണ്ടോ, 174 തന്നെയാണ് കിട്ടുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒരു 87 മൈനസ് ചെയ്യണം. ഞാൻ 87നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 174 തന്നെയാണ് ആൻസർ കിട്ടുക കേട്ടോ. അപ്പോൾ 174 ബൈ √3 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ വീണ്ടും നമ്മൾ ചെറുതാക്കി കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം ചെറുതാക്കുക എന്നാണ്. 174നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 174 ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 5 3s are 15 24 324 ആണ്. 58 ഇൻറ്റു 3 എന്നാണ് വരിക. നമ്മളവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയെന്നുള്ളൂ കേട്ടോ. 174നെ 58 ഇൻറ്റു 3 ചെയ്തു. ഇനി എന്ത് ചെയ്യാന്നറിയോ? ഈ 3നെ √3 ഇൻറ്റു √3 എന്ന് എഴുതാം. നേരത്തെ നമ്മൾ √3 ഇൻറ്റു √3 3 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 3നെ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 എന്ന് എഴുതാം. അപ്പോൾ താഴത്തുനിന്ന് ഒരു √3യും മുകളിൽ നിന്നൊരു √3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി ഞാനുള്ളത് 58 ഇൻറ്റു √3 അഥവാ 58 √3 ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബലൂൺ എത്രയാ? 58 √3 മീറ്റർ ആണ് ഈ ബലൂൺ എന്ത് ചെയ്തിട്ടുള്ളത്? ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ.